ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലകാട്ട് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജിയോയുടെ അവർ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്ത ഫോണിനെ പറ്റിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ജിയോയുടെ വോൾട്ട് ഫോണിനെ പറ്റി, അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി, അതിൻ്റെ വിലയുടെ കാര്യങ്ങളിലൊക്കെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ഫൈനലി ഇന്ന് 21-ാം തീയതിയാണ്, ജൂലൈ 21, അവർ അവരുടെ വോൾട്ട് ഫോൺ ഇവിടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാനിപ്പം നിൽക്കുന്നത് ജിയോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. അവിടെ ലൈവായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യിക്കാതെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിൻ്റെ കൂടുതൽ ഇതെങ്ങനെയാണ് ഫോൺ വാങ്ങിക്കുന്നതെന്നും ബാക്കി കാര്യങ്ങളും ഇതിൻ്റെ പേയ്മെൻറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതാണ് ഫോണിൻ്റെ ഫീച്ചേഴ്സ്. ഞാനിവിടെ സ്ക്രീനിലൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ നമുക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ 1500 രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ജിയോ സെൻറ്ററിൽ അടയ്ക്കുക. ജിയോ സെൻറ്ററിൽ ആ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നതാണ്. എന്നിട്ട് ഈ ഫോൺ നമുക്ക് 3 വർഷം ഉപയോഗിക്കാൻ സാധിക്കും. 3 വർഷത്തിന് ശേഷം ഈ ഫോൺ നമ്മൾ ജിയോയ്ക്ക് തന്നെ തിരിച്ചു നൽകുകയാണെങ്കിൽ നമ്മൾ അന്ന് കൊടുത്ത 1500 രൂപ, അതായത് നമ്മൾ കൊടുത്ത സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഫോൺ ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 1500 രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടച്ച് നമ്മൾ ഈ ഫോൺ വാങ്ങുകയാണെങ്കിൽ നമുക്ക് 3 വർഷത്തേക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. 3 വർഷം ഉപയോഗിച്ച ശേഷം നമ്മൾ വീണ്ടും ഈ ഫോൺ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അന്ന് നമ്മൾ കൊടുത്ത 1500 രൂപ തിരിച്ചു കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഈ ഫോൺ ഫ്രീ ആണെന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ, ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നല്ല ഫോണാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കൂടുതൽ റിവ്യൂ ഒന്നും വന്നിട്ടില്ല ഇതിനെക്കുറിച്ച്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അവർ റിലീസ് ചെയ്തു, ഒറിജിനൽ ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പം നമുക്ക് കാണാം, ആൽഫാ ന്യൂമറിക് കീബോർഡുണ്ട്, 4-way നാവിഗേഷൻ, കോമ്പാക്ട് ഡിസ്പ്ലേ ഡിസൈൻ, OVG ഡിസ്പ്ലേ, ബാറ്ററി ചാർജർ, എല്ലാ സംഭവമുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സാണ് ഫോൺ റിലീസ് ചെയ്തപ്പോൾ ജിയോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് ഫ്രീ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നമ്മൾ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായിട്ട് 1500 രൂപ കൊടുക്കാൻ ജിയോ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം ഫോൺ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായിട്ട് 1500 രൂപ ചോദിക്കുന്നത്. അപ്പോൾ ഈ 1500 രൂപ നമുക്ക് വീണ്ടും 3 വർഷം ഉപയോഗിച്ച ശേഷം ഫോൺ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1500 രൂപ നമുക്ക് ലഭിക്കുന്നതാണ് തിരിച്ച്. പിന്നെ ഈ ഫോൺ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് 150 റുപ്പീസിൻ്റെ ഒരു പ്ലാൻ ആക്റ്റീവായിട്ടുണ്ട്. ഈ പ്ലാനിനെ പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഫോണിനെ കുറിച്ച് ജിയോ പുതുതായിട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. ഫോണിൻ്റെ സ്റ്റോക്ക് ഇപ്പം ഇല്ല. നമ്മൾ ഫോൺ വാങ്ങിക്കണമെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ജിയോ സെൻറ്ററിലേക്ക് പോയിട്ട് നമ്മൾ 1500 രൂപ എടുത്ത് ബുക്ക് ചെയ്യേണ്ടതാണ്. ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സ്റ്റോക്ക് വരുമ്പോൾ അവർ നമ്മളെ അറിയിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് അത് വാങ്ങിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജിയോയെ പറ്റിയുള്ള എല്ലാ ലേറ്റസ്റ്റ് ന്യൂസും ഞാൻ ഈ ചാനലിൽ ഇടുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.